Good evening, students. Today we are going to discuss the topic applications of double integrals. അതിൽ ആദ്യത്തെ application എന്ന് പറയുന്നത് mass of the lamina കാണാനുള്ള ഫോർമുലയാണ്. അപ്പം suppose that a lamina occupies a region R in the plane and the mass density of the lamina at point ordered by xy in R is rho of xy, where rho is a continuous density function. Then the mass of the lamina is given by m is equal to double integral over R rho of xy dA. അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ട് മാസ് കാണാനുള്ളതാണ്. അപ്പോൾ റോ എന്ന് പറയുന്നത് മാസ് പെർ ഡെൻസിറ്റി ആണ്. അതിൽ അത് തന്നിട്ടുണ്ടാവും, ഏത് റീജിയൻ ആണെന്നുള്ളത് തന്നിട്ടുണ്ടാവും. സോ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ മാസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ if an electric charge is spread over a plane surface R and charge density എന്ന് പറയുന്നത് sigma of xy ആണെന്നിരിക്കട്ടെ over the region R, then the total charge of the surface on the surface Q is equal to double integral over R sigma of xy dA. അതായത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ തന്നിട്ടുണ്ട്, അതാണ് സിഗ്മ ഓഫ് എക്സ് വൈ. റീജിയനും തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് കാണാനുള്ള ഫോർമുല. അതേപോലെ തന്നെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്പർ ഓഫ് പീപ്പിൾ പെർ യൂണിറ്റ് ഏരിയ തന്നിട്ടുണ്ട്, റീജിയൻ ആറും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ in the region is given by n is equal to double integral over R delta of xy dA. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാസ് ഓഫ് എ ലാമിന ഓക്യുപ്പൈങ് എ ട്രയാങ്കുലർ region R with the vertices 0, 0, 2, 0 and 0, 2. If its mass density at a point xy in R is rho of xy equal to x plus 2y. അപ്പോൾ ഇവിടെ ഇതാണ് റോ ഓഫ് എക്സ് വൈ ആയി തന്നിട്ടുള്ളത്. നമുക്ക് റീജിയൻ ആർ എന്താണെന്നുള്ളത് അറിഞ്ഞാല് ഫോർമുല വെച്ചിട്ട് മാസ് കാണാനുള്ള ഫോർമുല എം ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് വൈ ഡി ആണ്. അപ്പോൾ റോ ഓഫ് എക്സ് വൈ ഇവിടെ തന്നിട്ടുണ്ട്. ആർ എന്താണെന്നുള്ളത് അറിഞ്ഞാൽ നമുക്ക് ഈ ഇന്റഗ്രൽ ലിമിറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റീജിയൻ എന്ന് പറയുന്നത് 0, 0 ഒറിജിനെയും 2, 0 എന്നുള്ള പോയിന്റിനെയും 0, 2 എന്നുള്ള പോയിന്റിനെയും കണക്ട് ചെയ്യുന്ന ഈ റെക്ടാങ്കിൾ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെക്ടാങ്കിൾ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. പ്ലോട്ട് ചെയ്തിട്ട് ഇതിനെ എക്സ് സിമ്പിൾ ആയിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റും, വൈ സിമ്പിൾ ആയിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ വൈ സിമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. വൈ സിമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആ റീജിയൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, വൈ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ y ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ടോപ്പ് ടു ബോട്ടം ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എക്സിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 മുതൽ 2 വരെയാണ്. വൈയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ലൈന് മുതൽ ഈ ഒരു സ്ലാൻഡഡ് ഈ ഒരു ലൈൻ വരെയാണ്. അപ്പോൾ ഈ ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പോയിന്റ് 2, 0 ആണ്, ഇത് 0, 2 എന്നുള്ള പോയിന്റ് ആണ്. അപ്പോൾ x1, y1, x2, y2 ഈ രണ്ട് പോയിന്റുകളെ കണക്ട് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x മൈനസ് x1 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു y മൈനസ് y1 ബൈ y2 മൈനസ് y1. അപ്പോൾ ആ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ 2, 0നെയും 0, 2നെയും കണക്ട് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ y ഈക്വൽ ടു 2 മൈനസ് x എന്നാണ് കിട്ടുന്നത്. സോ വൈയുടെ വേരിയേഷൻ y ഈക്വൽ ടു 0 മുതൽ y ഈക്വൽ ടു 2 മൈനസ് x വരെ. പിന്നെ നമുക്ക് അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ഇത് നോട്ടിലേക്ക് എഴുതുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതണം. അപ്പോൾ റീജിയൻ ആർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 മൈനസ് എക്സ്. ദെൻ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നു. അപ്പം വൈ സിമ്പിൾ റീജിയൻ ആയിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ വൈയുടെ ലിമിറ്റ് ആണ് ഉള്ളിൽ കൊടുക്കേണ്ടത്, എക്സിന്റെ ലിമിറ്റ് പുറത്ത് കൊടുക്കുന്നു. ദെൻ വിത്ത് റെസ്പെക്ട് ടു ഡി വൈ ആദ്യം ചെയ്യുന്നു, ദെൻ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ എക്സ് പ്ലസ് 2y വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സിന്റെ ഡെറിവേറ്റീവ് എക്സ് ഇൻറ്റു വൈ പ്ലസ് 2 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വൈ സ്ക്വയർ ബൈ 2. അപ്പം വൈ സ്ക്വയർ ബൈ 2ൽ ആ 2 ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പോൾ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 ടു 2 മൈനസ് എക്സ്. അപ്പോൾ ആദ്യം വൈ കാണുന്നിടത്തെല്ലാം 2 മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് പ്ലസ് 2 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ദെൻ മൈനസ് 0 വൈ കാണുന്നിടത്തെല്ലാം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ടേം 0 ആയി പോയി. ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിനൊരു സിംപ്ലിഫൈഡ് ഫോം 4 മൈനസ് 2x എന്നുള്ള രൂപത്തിൽ കിട്ടും. ഇതേവിടെ 2x മൈനസ് എക്സ് സ്ക്വയർ, അതുപോലെ 2 മൈനസ് എക്സ് സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4x മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2, അതായത് മൈനസ് എക്സ് സ്ക്വയർ ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 ടു 2 കൊടുക്കുമ്പോൾ വാല്യൂ 4 എന്ന് കിട്ടും. അപ്പോൾ സോ ദിസ് ഇസ് ദ മാസ് ഓഫ് ദാറ്റ് ലാമിന. ഇനി അതേപോലെ ഇലക്ട്രിക് ചാർജ് കാണാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻഡ് ഇലക്ട്രിക് ചാർജ് is spread over a region R lying in the first quadrant and inside the circle x square plus y square equal to 4. Find the total charge on R if the charge density measured in coulombs per square meter at the point
xy in R is directly proportional to the square of the distance between the point and the origin. അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രിക് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ ഓഫ് എക്സ് വൈ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ബട്ട് സിഗ്മ ഓഫ് എക്സ് വൈ ഡയറക്റ്റ്ലി ഇവിടെ എന്താണെന്ന് തന്നിട്ടില്ല. പകരം ഇവിടെ തന്നിട്ടുള്ളത് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് ദ ഒറിജിൻ. അപ്പോൾ 0,0യും എക്സ് വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 0,0യും എക്സ് വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? റൂട്ട് ഓഫ് എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ, അത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതിന്റെ സ്ക്വയർ, അപ്പോൾ റൂട്ടും പോവും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാവും. അതുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്. അതായത് സിഗ്മ ഓഫ് എക്സ് വൈ ഈക്വൽ ടു സം കോൺസ്റ്റന്റ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ചിലതിൽ ഇങ്ങനെ ഹിന്ദിയെ തരുള്ളൂ, നമ്മൾ വേണം അതെന്താന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതാൻ. അപ്പോൾ സിഗ്മ കിട്ടി. ഈ ഫോർമുല എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ സിഗ്മ ഓഫ് എക്സ് വൈ ഡി എ ആണ്. ബട്ട് ആർ എന്താന്നുള്ളത് അറിയണം. ആർ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ളത് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഇൻസൈഡ് ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. അപ്പോൾ ഇതാണ് പോർഷൻ എന്ന് തന്നിട്ടുണ്ട്. നമ്മളത് പ്ലോട്ട് ചെയ്ത് പോർഷൻ കണ്ടുപിടിച്ചു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 വരയ്ക്കുക. എന്നിട്ട് അതിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള പോർഷൻ ആണെന്നുള്ളത് മനസ്സിലായി, അത് മാർക്ക് ചെയ്തു. ബട്ട് ഇതൊരു സർക്കിളിന്റെ പോർഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? പോളാറിലേക്ക് മാറ്റിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ പോളാർ റെപ്രസെന്റേഷൻ എടുക്കുന്നു. പോളാർ റെപ്രസെന്റേഷൻ എടുക്കുമ്പോൾ തീറ്റയുടെ വേരിയേഷൻ എവിടെ മുതൽ എവിടെ വരെ? ഈ ലൈൻ മുതൽ ഈ ലൈൻ വരെ എന്ന് പറയുമ്പോൾ 0 മുതൽ π/2 വരെ. ദെൻ ആറിന്റെ വേരിയേഷൻ 0 മുതൽ ഈ കർവ് വരെ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ള കർവിന്റെ ഇക്വേഷൻ ആർ ഈക്വൽ ടു 2 എന്നുള്ളതല്ലേ? റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ. അപ്പോൾ ആർ ഈക്വൽ ടു 2 എന്നുള്ളതാണ്. അതായത് ആർ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് വരും. ദറ്റ് ഈസ് ആർ ഈക്വൽ ടു 2. അപ്പം ആറിന്റെ വേരിയേഷൻ 0 മുതൽ 2 വരെ. അപ്പം നമ്മൾ ഇനി പോളാറിലേക്ക് മാറ്റി എഴുതുന്നു. അപ്പോൾ ഇവിടെ കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ? ആർ സ്ക്വയർ ഇൻറ്റു പിന്നെ നമ്മൾ പോളാറിലേക്ക് മാറ്റുമ്പോൾ ഉള്ള എക്സ്ട്രാ ആറ് ഡി ആർ ഡി തീറ്റ. ഞാൻ വിത്ത് റെസ്പെക്ട് ടു ആർ നമ്മൾ ആദ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ കെ പുറത്ത് എഴുതി. ഇവിടെ ഒരു ആർ സ്ക്വയർ ഇൻറ്റു ആർ ആർ ക്യൂബ് ആയി. ആർ ക്യൂബിനെ വിത്ത് റെസ്പെക്ട് ടു ആർ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ റേസ്ഡ് 4/4 ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 to 2 കൊടുക്കുന്നു. അപ്പോൾ 4 എന്നുള്ള വാല്യൂ കിട്ടും. ദെൻ ഇൻറ്റഗ്രൽ 0 to π/2 ഡി തീറ്റ. അപ്പോൾ തീറ്റ ഇവിടെ തീറ്റയുടെ ടേംസ് ഒന്നുമില്ല. അപ്പോൾ അതിന്റെ ഇൻറ്റഗ്രൽ 1ന്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് തീറ്റയാണ്. ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 to π/2 കൊടുക്കുമ്പോൾ π/2 വരും. അപ്പോൾ ഒരു 2 ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2πk എന്ന് കിട്ടും. സോ 2πk കൂളംസ് ആണ് അതിന്റെ ആൻസർ. ഇനി ഇതേപോലെ മൊമെന്റ്സ് ആൻഡ് സെന്റർ ഓഫ് മാസ് ഓഫ് എ ലാമിന കാണാനുള്ള ഫോർമുലാസ് ആണിത്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ ഫിസിക്സിൽ ഇതിന്റെ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫോർമുലാസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അപ്പം സപ്പോസ് ദാറ്റ് ദ ലാമിന ഓക്കുപൈസ് എ റീജിയൻ ആർ ഇൻ ദി എക്സ് വൈ പ്ലെയിൻ ആൻഡ് ദ മാസ് ഡെൻസിറ്റി ഓഫ് ദി ലാമിന at a point xy in R is rho of xy, where rho is a continuous density function. Then the moment of mass of the lamina with respect to x, അതിനെ mx എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ y rho of xy dA ആണ്. mx എന്ന് പറയുന്നത് y rho of xy dA. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് റോ ഓഫ് എക്സ് വൈ ഡി എ. ഇനി സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബാർ വൈ ബാർ എന്നാണ് അതിന്റെ കോർഡിനേറ്റ്. എക്സ് ബാർ കാണാനുള്ള ഫോർമുല MY/M, വൈ ബാർ കാണാനുള്ള ഫോർമുല MX/M. അവിടെ M എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് വൈ ഡി എ. ഇത് നമ്മൾ ടോട്ടൽ മാസ് കണ്ടിട്ട് പിടിച്ചില്ലേ, ആ ഫോർമുലയാണ്. നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. A lamina occupies a region R in the xy plane bounded by the parabola y equal to x square and the line y equal to 1. Find the center of mass of the lamina if its mass density at the point xy is directly proportional to the distance between the point and the x-axis. അപ്പോൾ ഇവിടെ മാസ് ഡെൻസിറ്റി ഡയറക്ട്ലി തന്നിട്ടില്ല. അത് പകരം അതിനുള്ള ക്ലൂ ആ തന്നിട്ടില്ല. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് എക്സ് വൈ നമ്മൾ ജനറൽ പോയിന്റ് എടുക്കുക. എക്സ് വൈയും എക്സ് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എക്സ് വൈ എടുത്തു കഴിഞ്ഞാൽ അതും എക്സ് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ആക്ച്വലി ആ വൈ കോർഡിനേറ്റ് അല്ലേ. നമ്മളിവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ആക്സിസും അതും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈ എത്രയാണോ അതിന്റെ വൈ കോർഡിനേറ്റ് അതാണ്. അപ്പോൾ അതുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ റോ ഓഫ് എക്സ് വൈ ഈക്വൽ ടു കെ ഇൻറ്റു വൈ. അപ്പോൾ റോ ഓഫ് എക്സ് വൈ കിട്ടി. ഇനി നമ്മളുടെ എന്താണ് ആ തന്നിട്ടുള്ള ക്ലൂസ് വെച്ചിട്ട് നമ്മൾ ആർ എന്നുള്ള റീജിയൻ പ്ലോട്ട് ചെയ്തു. അപ്പോൾ റീജിയൻ ഇതാണ് വരുന്നത്. ഇതിനെ നമുക്ക് വൈ സിമ്പിൾ റീജിയൻ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ് സിമ്പിൾ ആയിട്ട് എടുക്കരുത്, കാരണം ഈ കർവും ഇതിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന കർവും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഡിഫറെന്റ് കർവ്സ് കിട്ടണം. അപ്പോൾ വൈ സിമ്പിൾ ആയിട്ടേ ഇതിനെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ബോട്ടം ടു ടോപ്പ് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ആ റീജിയനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? വൈയുടെ വേരിയേഷൻ ഈ ഒരു കർവ് മുതൽ, ഇതേതാണ് കർവ്? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള കർവ് മുതൽ ഈ ലൈൻ ഏതാ? വൈ ഈക്വൽ ടു 1. അപ്പോൾ എക്സ് സ്ക്വയർ മുതൽ 1 വരെയാണ് വൈയുടെ വേരിയേഷൻ. എക്സിന്റെ വേരിയേഷനോ -1 മുതൽ 1 വരെ. അതായത് ഇവിടെ ഈ കട്ട് ചെയ്യുമ്പോൾ
y ഈക്വൽ ടു 1 എന്നുള്ളത് ഇതിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് -1 1 എന്നുള്ള പോയിന്റ് കിട്ടും. അപ്പം ഇനി ആ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുന്നു. മാസ് ആദ്യം കാണണം. മാസ് കണ്ടിട്ടാണ് അതിൽ നിന്നാണ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പം മാസ് കാണാനുള്ള ഫോർമുല ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് വൈ ഡി എ അതിൽ കൊടുക്കുന്നു. -1 to 1 ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ടു 1 കെ വൈ ആണ് റോ ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. വിത്ത് റെസ്പെക്ട് ടു വൈ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് ഇട്ട് കൊടുത്തു. ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തിട്ട് ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 4k/5 എന്നാണ് കിട്ടിയത്. ഇനി ഇത് ലൊക്കേഷൻ എന്ന് പറയുന്നത് find the center of mass of the limb if its mass density is directly proportional to the distance between the point and x axis എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ സെന്റർ ഓഫ് ദി മാസ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി വൈ ആക്സിസ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ് ബാർ 0 ആണ്. അപ്പോൾ വൈ ബാർ മാത്രമേ നമ്മൾ കണ്ടുപിടിക്കേണ്ടുള്ളൂ. അപ്പോൾ വൈ ബാറിന്റെ ഫോർമുല 1/m ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ വൈ റോ ഓഫ് എക്സ് വൈ ഡി ആണ്. എം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പം ദാറ്റ് വാല്യൂ ഇൻറ്റു ഇന്റഗ്രൽ -1 to 1 ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ടു 1 വൈ ഇൻറ്റു റോ ഓഫ് എക്സ് വൈ കെ വൈ ആണ്. കെ വൈ ഡി വൈ ഡി എക്സ്. അപ്പോൾ ഇവിടെ വൈ സ്ക്വയർ ആവും. കെ നമുക്ക് പുറത്ത് എഴുതാം. വൈ സ്ക്വയർ ഇൻറ്റു ഇവിടെ ഓൾറെഡി ഒരു കെയും കെയും ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പം വൈ സ്ക്വയറിന്റെ ഇന്റഗ്രൽ y³ 3 ബിറ്റ്വീൻ ദി ലിമിറ്റ് എക്സ് സ്ക്വയർ ടു 1 അത് കൊടുത്തു. ദെൻ അതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ വാല്യൂ 5/7 എന്ന് കിട്ടും. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഫോർമുലയാണ്. ഇതും നിങ്ങൾക്ക് ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള സംഭവമാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ലാമിന വിത്ത് റെസ്പെക്ട് ടു ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ആൻഡ് ദ ഒറിജിൻ ആർ റെസ്പെക്റ്റീവ്ലി. ix എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ വൈ സ്ക്വയർ ഓഫ് എക്സ് വൈ ഡി എ. iy ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എക്സ് സ്ക്വയർ ഓഫ് എക്സ് വൈ ഡി എ. വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ IO എന്ന് പറയുന്നത് ix പ്ലസ് iy ആണ്. അപ്പോൾ ഇനി ഇവിടെ നെക്സ്റ്റ് പ്രോബ്ലം ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു ദ എക്സ് ആക്സിസ് വൈ ആക്സിസ് ആൻഡ് ദ ഒറിജിൻ ഓഫ് എ തിൻ ഹോമോജീനസ് ഡിസ്ക് ഓഫ് മാസ് m ആൻഡ് റേഡിയസ് a സെന്റർഡ് അറ്റ് ദി ഒറിജിൻ. അപ്പോൾ ഇവിടെ ഡിസ്ക് ഹോമോജീനസ് ആണ്. അപ്പം ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ റോ ഓഫ് എക്സ് വൈ ഈക്വൽ ടു m/πa², അതായത് ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ. അപ്പം ഇത് വെച്ചിട്ട് നമ്മളിവിടെ കൊടുക്കുന്നു ix വിത്ത് റെസ്പെക്ട് ടു എക്സ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ ഫോർമുലയിൽ കൊടുക്കുന്നു ഡബിൾ ഇന്റഗ്രൽ ഓവർ വൈ സ്ക്വയർ ഓഫ് എക്സ് ബൈ ഡി എ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഡിസ്ക് ആണെന്ന് പറഞ്ഞിട്ട് റേഡിയസ് a ആണെന്ന് പറഞ്ഞിട്ട് സെന്റർ അറ്റ് ദി ഒറിജിൻ ആണെന്ന് പറഞ്ഞിട്ട് സോ അതിന്റെ പോളാർ ഫോമിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാം ഡിസ്ക് എന്ന് പറയുമ്പോൾ സർക്കുലർ ഷേപ്പിലുള്ളതാണ്. അപ്പോൾ പോളാർ ഫോമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ m/πa² ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 0 to a r സൈൻ തീറ്റ, അതായത് y കാണുന്നിടത്ത് r സൈൻ തീറ്റ കൊടുക്കുന്നു ഹോൾ സ്ക്വയർ ഇൻറ്റു റോ ഓഫ് എക്സ് വൈ. അതിന്റെ വാല്യൂ ആണ് ഇവിടെ പുറത്ത് എഴുതിയിട്ടുള്ളത്. അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്ത് എഴുതി r dr d തീറ്റ. ദെൻ സാധാ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് പോലെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു r ചെയ്യുമ്പോൾ ഇവിടെ ഒരു r² വരും. ഇവിടെ ഒരു r ഉണ്ട്. അപ്പോൾ r³ ആയി. അപ്പോൾ r³ ഇന്റഗ്രൽ 1/4 r⁴/4. ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ അതേപടി ഇടുക. ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 to a കൊടുക്കുന്നു. ദെൻ ആ കോൺസ്റ്റന്റിനെ നമ്മളിവിടെ പുറത്ത് എഴുതി. സൈൻ സ്ക്വയർ തീറ്റയുടെ ഇന്റഗ്രൽ എഴുതുമ്പോൾ അത് ഡയറക്റ്റ്ലി നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിനെ 1 - cos 2θ/2 എന്നുള്ള ഫോർമുല വെച്ചിട്ട് മാറ്റുന്നു. അപ്പോൾ അതിനുശേഷം ടേം ബൈ ടേം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ 1ന്റെ ഇന്റഗ്രൽ തീറ്റയാണ്. cos 2θയുടെ ഇന്റഗ്രൽ 1/2 -1/2 sin 2θ. ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 to 2π കൊടുക്കുമ്പോൾ വാല്യൂ നമുക്ക് 1/4 ma² എന്നാണ് കിട്ടുന്നത്. ഇനി എബൌട്ട് ഒറിജിൻ കാണാനായിട്ട്, അതായത് ഇത് സിമെട്രിക് ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ix ഉം iy ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ 1/4 ma² എന്ന് വരും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ എന്ന് പറയുമ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. സോ 1/2 ma². റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ലാമിനയുടെ ഫോർമുല എന്ന് പറയുന്നത് r = √i/m ആണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദി ഡിസ്ക് ഇൻ എക്സാമ്പിൾ 4 വിത്ത് റെസ്പെക്ട് ടു ദ വൈ ആക്സിസ്. അപ്പോൾ ഇവിടെ iy/m എന്ന് എഴുതാം. iy നമ്മളിവിടെ കണ്ടുപിടിച്ച് 1/4 ma² ആണ്. എമ്മും ഓൾറെഡി അതിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എം എന്ന് പറയുന്നത് m ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് ബാർ അതായത് അതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് √iy/m ദാറ്റ് ഈസ് ഈക്വൽ ടു √1/4 ma²/m ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2a. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ സെക്ഷനിൽ. ഇതിന്റെ നോട്ട് എല്ലാവരും നാളേക്ക് വരുമ്പോൾ എഴുതി വരിക.